കസേരയിൽ, ഏതെങ്കിലും ഒരു ചുമരിൽ, ഏതെങ്കിലും ഒരു വീട്ടിന്റെ ഭാഗത്ത് കയ്യിൽ കിട്ടുന്ന മൊബൈലിന്റെ കുത്തിത്തീർക്കുന്ന മണിക്കൂറുകൾ ഒന്ന് നിരുത്സാഹപ്പെടുത്താൻ പോലും സാധിക്കാത്തത്ര നമ്മളെ യൗവനങ്ങൾ പേച്ചു പോകുന്നുണ്ടെങ്കിൽ ഒരൽപ്പം സൂക്ഷ്മത കുടുംബത്തിലേക്ക് കൊണ്ടുവരാൻ കാലഘട്ടം ആവശ്യപ്പെടുന്നുണ്ട്. ആ ആവശ്യപ്പെടലിന് മുഖം കൊടുക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ നശിക്കും മനുഷ്യരെ. ദുനിയാവിൽ വരാനിരിക്കുന്ന ഒരു തലമുറ എത്രമാത്രം ദുരന്തത്തിലേക്കാണ് എത്തിപ്പെടുക എന്നതിന്റെ ലക്ഷണങ്ങൾ ഓരോന്നും ഓരോ രംഗത്തും നമ്മൾ കാണുന്നില്ലേ? വൈവാഹിക രംഗത്ത് പടകം പൊട്ടിച്ചും പാട്ടുവെച്ചു തുള്ളിയും ആണും പെണ്ണും ഇടകലർന്ന് ആഘോഷത്തിമുർപ്പിലാടിയും തലമുതിർന്ന സ്ത്രീകൾ പോലും കൈകൊട്ടിക്കളി ചൊപ്പനയെന്ന ഓമന പേരിട്ട് നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കുന്ന പുതുക്കം പോകലുകളും JCB-യിലും ഒട്ടകപ്പുറത്തും 4 ചക്രവാഹനത്തിലും മുച്ചക്രവാഹനത്തിലും പുതിയാപ്പളെ ആനയിച്ചു കൊണ്ടുവരലും 10-20 ചെറുപ്പക്കാരും പുതിയാപ്പന്റെ കൂടെ മണിയറയിലേക്ക് ഇടിച്ചു കയറലും അവിടുന്ന് പുറത്തിറങ്ങണമെങ്കിൽ ഭീഷണിപ്പെടുത്തി പണം വാങ്ങലും ആ പണം കൊണ്ട് മദ്യസൽക്കാരം നടത്തലും പിന്നീട് അവൻ കെട്ടുന്ന മഹറിന്റെ ഭാഗങ്ങൾ മൊബൈലിൽ പകർത്തി വാട്സപ്പിൽ പ്രചരിപ്പിക്കലും ലോകത്തിന്റെ ഏതോ ഭാഗത്ത് നിന്ന് ആ ചിത്രം കണ്ടവന്റെ കമന്റിന്റെ പേരിൽ കുടുംബം വേണ്ട എന്ന് വെക്കലും എത്ര ദുരന്തങ്ങൾ, എത്ര കാഴ്ചകൾ കൺമുൻപിൽ കണ്ടു മനുഷ്യരെ നമ്മൾ. അതുകൊണ്ട് തിരുത്തണേ, മാറണേ, കുടുംബത്തിന്റെ മഹത്വം തിരിച്ചറിഞ്ഞ് ബന്ധങ്ങളുടെ പവിത്രത മനസ്സിലാക്കി ചേർത്ത് നെഞ്ചോടമർത്തിപ്പിടിച്ച് പരലോകത്തിന് വേണ്ടി മത്സരിക്കാൻ നമ്മൾ തയ്യാറാകണം. അതിന് പ്രാർത്ഥനയോടെ മുൻപോട്ട് ജീവിക്കാനും നമുക്ക് പറ്റണം. കാരണം ഇതൊന്നും ഉപകാരപ്പെടാത്ത നാളത്തെ ലോകം നമ്മൾ അള്ളാഹുവിന്റെ കോടതിയിലാണ്. ഇതുപോലെ ആർക്കും ആരെയും സഹായിക്കാൻ പറ്റാത്ത, ആരോടും സമ്മതം ചോദിക്കാതെ ഈ ലോകത്തുനിന്ന് തിരിച്ചു പോകേണ്ട നമ്മൾ, ഈ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഞാൻ എന്റെ നാടായ നന്മണ്ടയിലേക്ക് എത്തുമോ അറിയില്ല മനുഷ്യരെ. യാത്രയാക്കിയ 6 കണ്ണുകൾ തിരിച്ചു കാണാൻ പറ്റുമോ അറിയില്ല മനുഷ്യരെ. ഈ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും ഇന്ന് തിരിച്ചു വീട്ടിലേക്ക് മടങ്ങി മക്കളോ ഭാര്യയോ എടുത്തു തരുന്ന ഒരു ഗ്ലാസ് വെള്ളം തൊണ്ടയിൽ നിന്ന് താഴത്തേക്ക് ഇറക്കാൻ കേൾപ്പുള്ളവരാണോ അറിയില്ല മനുഷ്യരെ. ഗ്യാരണ്ടിയില്ലാത്ത മനുഷ്യന്റെ ജീവൻ മനസ്സിന്റെ ആഗ്രഹങ്ങൾ നോക്കാതെ, സ്വപ്നങ്ങൾ പരിഗണിക്കാതെ തിരിച്ചു കൊണ്ടുപോകും നമ്മൾ ഓരോരുത്തരെയും. ഒരാളുടെ മരണം കൊണ്ട് ഉപേക്ഷിക്കപ്പെട്ടവരെ അല്ല നമ്മൾ ബേജാറാകേണ്ടത്. ഈ അടുത്ത ദിവസം എന്റെ ജ്യേഷ്ഠൻ, 28 വയസ്സുള്ള എന്റെ ജ്യേഷ്ഠൻ ഈ ലോകത്തോട് വിട പറഞ്ഞു. 22 വയസ്സുള്ള അദ്ദേഹത്തിന്റെ ഭാര്യയും 2 മാസം തികഞ്ഞ അദ്ദേഹത്തിന്റെ മകനെയും കണ്ട് ഇന്നും പലരും ചോദിക്കാറുണ്ട്, ആ പെണ്ണിന് ഇനി ആരാ അവളെ കെട്ടുക, ആരാ പോളെ നോക്കുക? ഇല്ല മനുഷ്യരെ, ഒരാളുടെ മരണം കൊണ്ട് മറ്റൊരാളെയും അല്ല പ്രയാസപ്പെടുത്തിയിട്ടില്ല, പെടുത്തില്ല. അത് അള്ളാന്റെ വാക്കാ. ഒരു മരണം കൊണ്ട് ഒരാളെയും അല്ലാഹു തആല ദുരിതപ്പെടുത്തില്ല. പക്ഷെ നമ്മൾ ചിന്തിക്കേണ്ടത് എന്താ? മരിച്ച 28 വയസ്സുകാരൻ എന്റെ ജ്യേഷ്ഠൻ ഇന്ന് ഒറ്റക്ക 6 അടി മണ്ണിൽ സ്ലേവിട്ട് 3 പടി മണ്ണ് ഭാരിയിട്ട് സബ്ബിത്തുഹു ഇൻദ സുആലി ചൊല്ലി പോന്നതാ. 15 മിനിറ്റിന് ശേഷം പിന്നീട് ആ കബറും പുറത്ത് ചെന്ന് അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക എന്നല്ലാതെ ആ അടിയിൽ കിടക്കുന്ന മണ്ണിനുള്ളിൽ അനുഭവിക്കുന്ന തീരാ ദുഃഖത്തെ പറ്റിയോ അവസ്ഥയെ പറ്റിയോ തിരിച്ചറിവില്ല മനുഷ്യരെ. ആ ഒരു അവസ്ഥയിൽ ഞാനും നിങ്ങളും കിടക്കേണ്ടി വരും. ആ ലോകത്ത് ഒന്നും പകരം വെക്കാനില്ലാത്ത, പകരം കൊടുക്കാൻ പറ്റാത്ത പാരത്രിക ലോകത്ത് അള്ളാഹുവിന്റെ വിചാരണയും യുബസ്സറൂനഹും യവദ്ദുൽ മുജ്രിമു ലൗ യഫ്തദി മിൻ അദാബി യൗമഇദിൻ ബിബനീഹി വസ്വാഹിബതിഹി വഅഖീഹി വഫസീലതിഹി അല്ലതി തൂവി. ചോദിക്കും നമ്മൾ ഓരോരുത്തരും അള്ളാഹുവിന്റെ മഹ്ശറയിൽ സൂര്യൻ അടുപ്പിക്കുന്നത് കാണുമ്പോ, വെപ്രാളപ്പെട്ട് ഓരോരുത്തരും ഓടുന്നത് കാണുമ്പോ ചോദിക്കും അള്ളാഹുവിനോട്, യുബസ്സറൂനഹും യവദ്ദുൽ മുജ്രിമു ലൗ യഫ്തദി, ഞാൻ നിനക്ക് പകരം തരാം റബ്ബേ, ബി അദാബി യൗമഇദിൻ, ഈ വേദനാജനകമായ ശിക്ഷയിൽ നിന്ന് എന്നെ നീ രക്ഷപ്പെടുത്തിയാൽ നിനക്ക് ഞാൻ പകരം തരും. ബിബനി, എന്റെ മക്കള് നാദാ, ഈ എടുത്തോ എന്റെ മക്കളെ, എനിക്കവരെ വേണ്ട. വസ്വാഹിബത്തിഹി, എന്റെ ഭാര്യ റബ്ബേ, അവളെ നീ എടുത്തോ, എനിക്കവളെ വേണ്ട. വഅഖീ, എന്റെ സഹോദരങ്ങൾ, എന്റെ കുടുംബക്കാർ, അവരെ നീ എടുത്ത റബ്ബേ, എനിക്കവരെ വേണ്ട. ഇതൊന്നും അള്ളാഹുവിന് വേണ്ട എന്ന് തോന്നുമ്പോ നാലാമതായി അവൻ തിരിച്ചു പറയുന്ന ഒരു മറുപടിയുണ്ട്. ഞാൻ സമ്പാദിച്ച, ഞാൻ സംരക്ഷിച്ചു പോന്ന ദുനിയാവിലുള്ളത് നിനക്ക് തരാം റബ്ബേ. എന്റെ പറമ്പ്, എന്റെ വീട്, എന്റെ മുഴുവൻ സമ്പാദ്യങ്ങളും ഞാൻ നിനക്ക് തരാം റബ്ബേ. ഇതും അള്ളാഹുവിന് വേണ്ടാന്ന് തോന്നുമ്പോ അവസാനത്തൊരു വാക്കുണ്ട്, വമൻ ഫിൽ അർളി ജമീഅ, ഭൂമിയിലുള്ള എന്തും ഞാൻ നിനക്ക് തരാം റബ്ബേ. സുമ്മ യുൻജി, എന്നിട്ട് എന്നെ മാത്രം ഒന്ന് രക്ഷപ്പെടുത്തണം. ആ ഒരു ചോദ്യം എന്റെയും നിങ്ങളുടെയും നാവിൽ നിന്നില്ലാതിരിക്കാൻ ബന്ധത്തിന്റെ മഹത്വം മനസ്സിലാക്കി കുടുംബത്തെ അള്ളാഹുവിന്റെ സ്വർഗത്തിന് വേണ്ടി പരിശ്രമിപ്പിക്കാൻ വേണ്ടി പ്രാർത്ഥനയോടെ മുന്നേറുന്ന രക്ഷിതാക്കളാവുക, കുടുംബങ്ങളാവുക. എന്റെ യുവാക്കളോട്, യുവതികളോട്, ഈ ദുനിയാവിലുള്ളതല്ല ജീവിതം. ഈ ലോകത്തിന് ശേഷം കണക്ക് പറയേണ്ട ഒരു ലോകമുണ്ട്. യൗവനത്തിന്റെ കണക്കും സംരക്ഷിച്ച മാതാപിതാക്കൾ
മാതാപിതാക്കളെ സങ്കടപ്പെടുത്താതെ ജീവിച്ചതിന്റെ കണക്കും അള്ളാഹുവിന്റെ കോടതിയിൽ പറയേണ്ടി വരും എന്ന ഒരു ബോധത്തോടുകൂടി ജീവിതത്തെ സമീപിക്കുക. ആസ്വദിച്ച് ആഹ്ലാദിച്ച് അമ്പരപ്പിച്ച് ജീവിക്കേണ്ടതല്ല ജീവിതം. ഓരോ സെക്കൻഡും മഹത്വത്വമറിഞ്ഞ് പരലോകത്തിന് വേണ്ടി പരിശ്രമിക്കുന്ന ജീവിതമാകുക. സമയത്തിന്റെ പരിമിതി കൊണ്ട് ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിൽ ഇതേ രൂപത്തിൽ ഒരുമിച്ച് കൂടാനുള്ള തൗഫീക്ക് നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. അറിഞ്ഞോ അറിയാതെയോ ചെയ്തിട്ടുള്ള സകല തെറ്റുകുറ്റങ്ങളും പുറത്ത് അല്ലാഹു നമ്മളോട് ഓരോരുത്തരോടും കാരുണ്യം കാണിക്കുമാറാകട്ടെ. അല്ലാഹുവേ, മക്കളില്ലായ്മയിൽ പരീക്ഷിക്കപ്പെടുന്ന ആളുകൾക്ക് മക്കളെന്ന അനുഗ്രഹം കൊടുക്കണമേ. പ്രാർത്ഥിക്കാൻ വസിയത്ത് ചോദിച്ചവരുണ്ട്, പറഞ്ഞവരുണ്ട്. നാഥ, എല്ലാവരുടെയും എല്ലാ സ്വാലിഹായ കാര്യങ്ങളും അവർക്കും ഞങ്ങൾക്കും നീ പൂർത്തീകരിച്ച് നൽകണമേ. അല്ലാഹുമ്മ അജ്ർനാ മിനന്നാർ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം. നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ പ്രാർത്ഥനയിൽ എന്നെയും ഉൾപ്പെടുത്തണം. ഒരുപാട് യാത്ര ചെയ്യുന്ന ആളാണ്. എന്റെ പ്രാർത്ഥനയിൽ നിങ്ങളെയും ഉൾപ്പെടുത്തും എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അവസാനിപ്പിക്കുന്നു. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.